അല്ല, നോക്കൂ, വടക്കന്തരയിൽ ആ സംഭവം ഉണ്ടാവാൻ കാരണം എന്താണ്? അന്ന് രാവിലെ UDF-ന്റെ സ്ഥാനാർത്ഥി പറഞ്ഞ എന്താണ്? ബലാത്സംഗം വ്യക്തിപരമാണ് എന്നാണ്. ആണോ? ബലാത്സംഗം എന്ന് പറയുന്നത് കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. നിർഭയ കേസിന്റെ പശ്ചാത്തലത്തിൽ ഒരു സ്ത്രീയെ അപമര്യാദയായി ഒരാൾ നോക്കുകയോ വ്യവഹരിക്കുകയോ ചെയ്താൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ചുകൊണ്ട് ആ പ്രതിയെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു ഭരണകൂടം ഇവിടെ നിലനിൽക്കുകയാണ്. ഇന്ന് പോലും മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇന്നലെ എന്താ കേട്ടത്? അതായത് ദളിത് പെൺകുട്ടി, അവൾക്ക് 22 വയസ്സേ ആയിട്ടുള്ളൂ, അവളെ പിച്ച് ചീന്തി എറിഞ്ഞു. എന്നെ പിച്ച് ചീന്തി എറിയുന്ന സമയത്ത് മൊബൈൽ ഫോണിൽ വീഡിയോ കോൾ വിളിച്ച് ഷാഫി പറമ്പിലിന് ആശാനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആശാനെ പോലീസ് ചോദ്യം ചെയ്തിട്ടില്ല. മാത്രവുമല്ല, ഈ സ്ഥാനാർത്ഥി വളരെ എന്ത് സ്റ്റേറ്റ്മെന്റ് ആണിത്? കേരളത്തിലെ കിളിരൂരും കവിയൂരും ചർച്ച ചെയ്യപ്പെട്ട നാടാണിത്. ആ 2 പെൺകുട്ടികൾ, അവരുടെ ദുർമരണം നമ്മൾ കണ്ടതാണ്. കവിയൂരിലെ അനഘയാണെങ്കിലും കിളിരൂരിലെ ഷാരിയാണെങ്കിലും പിടഞ്ഞു വീണ് മരിച്ചത് ഇതുപോലെയുള്ള സ്ത്രീ ലംബടന്മാരുടെ ഇടയിലാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിൽ ഇവിടെ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവൾ പറഞ്ഞില്ലേ, എനിക്ക് അച്ഛനില്ല, അമ്മയില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. ആ ദൗത്യം ഏറ്റെടുത്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ശോഭാ സുരേന്ദ്രൻ. പാലക്കാടിൽ എന്നല്ല, കേരളത്തിൽ ഒരു കുട്ടിക്കും അമ്മയില്ലാത്ത സാഹചര്യം ഉണ്ടാകില്ല, ഞാൻ അവരുടെ കരുതലായി വർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ സാധാരണക്കാരായിട്ടുള്ള അമ്മമാരുടെ പ്രതിഷേധമാണ് ഉണ്ടായത്. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? നിങ്ങൾ എന്താണ് മീഡിയയോട് പറയുന്നത്? നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം, ആ ചോദ്യം കനത്തപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ തെറിവിളി ഉണ്ടായപ്പോൾ അവിടെ നിന്നിരുന്ന വാർഡ് കൗൺസിലർ ഇടപെട്ടു. ഇതാണ് അവിടെ സംഭവിച്ചത്. നറേഷൻ വേറെയാണ്.